Good morning, students. Welcome to EduLine. So, നമ്മുടെ നെക്സ്റ്റ് പോർഷൻ ആണ് മൊഡ്യൂൾ 4 അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഓഫ് ജാവ. ചാപ്റ്റർ 1 ജാവ ലൈബ്രറി ആൻഡ് കളക്ഷൻസ് ഫ്രെയിംവർക്ക്. സോ നമ്മളിവിടെ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് സ്ട്രിങ്സിനെ കുറിച്ചാണ്. ഓക്കെ, എന്താണ് സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സ്ട്രിങ് എന്താന്നുള്ളത് കണ്ടതാണ് അല്ലെ. അപ്പൊ സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ കോട്ട്സിൽ എന്ത് എഴുതിയാലും അതിനെ സ്ട്രിങ് എന്നാണ് പറയുന്നത് അല്ലെ. അതായത് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് നമ്മൾ ഡബിൾ കോട്ട്സിൽ എഴുതുവാണെങ്കിൽ അതാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി ജാവയെ ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, സീക്വൻസ് ഓഫ് ക്യാരക്ടർ വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് ആക്ച്വലി എന്ത് സ്ട്രിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്യാരക്ടർ അറേസ് നമ്മൾ അറേ പഠിച്ചിട്ടുണ്ട് അല്ലെ. അറേയിൽ നമ്മൾ നമ്പേഴ്സ് ആണ് സ്റ്റോർ ചെയ്യുന്നെങ്കിൽ നമുക്ക് അത് ഇന്റീജർ അറേ എന്ന് പറയാം അല്ലെ. ഇന്റീജർ നമ്പേഴ്സ് ആണെങ്കിൽ ഇന്റീജർ അറേ, ഫ്ലോട്ടിംഗ് നമ്പേഴ്സ് ആണ് നമ്മൾ അറേയിൽ സ്റ്റോർ ചെയ്യുന്നെങ്കിൽ അത് ഫ്ലോട്ട് ടൈപ്പ് അറേസ് ആയിരിക്കും അല്ലെ. ഇനി നമ്മൾ ഒരു ക്യാരക്ടർ അറേയിൽ അല്ലെങ്കിൽ ഒരു അറേയിൽ നമ്മൾ ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ അതെന്താണ് സ്ട്രിങ് എന്ന് വേണേൽ പറയാം. അതായത് ക്യാരക്ടർ അറേ എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി സ്ട്രിങ് ആണ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ക്യാർ സി എച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ ഹായ് ജാവ എന്നുള്ളത് ഓരോരോ ക്യാരക്ടേഴ്സ് ആയിട്ട് 1 by 1 ആയിട്ട് നമ്മൾ സിംഗിൾ കോഡ്സിൽ കോമേറ്റ് ആണ് കൊടുത്തേക്കുന്നത് അല്ലെ. അപ്പൊ ഇത് സി എച്ച് എന്നാണ് നമ്മുടെ അറയുടെ പേര്. ഈ അറയുടെ ടൈപ്പ് എന്താണ് ക്യാർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറയിലേക്ക് നമുക്ക് ക്യാരക്ടേഴ്സിനെ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, ഇനി ഇതൊരു സിംഗിൾ ഡയമെൻഷണൽ അറേ ആണ്, അതുകൊണ്ടാണ് എന്ത് സിംഗിൾ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തേക്കുന്നത് അല്ലെ. അപ്പം നമ്മൾ ഇതിലേക്ക് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഈ സി എച്ച് എന്ന ക്യാരക്ടർ അറയിലേക്ക് നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടർ എന്തൊക്കെയാണ് എച്ച് എ ഐ ജെ എ വി എ അല്ലെ. ഇങ്ങനെ ഓരോരോ ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ഇതിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതെന്തായി ക്യാരക്ടർ അറേ ആയി അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് അതായത് ലെറ്റേഴ്സ് ആണ് ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ക്യാരക്ടർ അറേ നമ്മൾ സ്ട്രിങ്ങിലേക്ക് മാറ്റുന്നതാണ് ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കിടക്കുന്നത്. അതായത് സ്ട്രിങ് എസ് ഇസ് ഈക്വൽ ടു ന്യൂ സ്ട്രിങ് വിത്തിൻ ബ്രാക്കറ്റ് സി എച്ച്. ഓക്കെ, അപ്പം ഇത് ആക്ച്വലി എന്താ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാണ് അല്ലെ. നമ്മളൊരു ഒബ്ജക്റ്റിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് ക്ലാസ് നെയിം ഒബ്ജക്ട് നെയിം ഈക്വൽ ടു ന്യൂ പിന്നെ ആ ഒരു കൺസ്ട്രക്ടർ എഴുതും. അതായത് ക്ലാസ് നെയിമിന്റെ പേര് തന്നെയാണല്ലോ കൺസ്ട്രക്ടറിന്റെ പേര്, ക്ലാസ് നെയിം വിത്തിൻ ബ്രാക്കറ്റ് ഇവിടെ സി എച്ച് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ സി എച്ച് എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ് ഈ മുകളിലുള്ള ക്യാരക്ടർ അറേ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്തു ഈ ഒരു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ക്യാരക്ടർ അറേ ഒരു സ്ട്രിങ് ആക്കി കൺവേർട്ട് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അപ്പം ഇവിടെ ഈ സ്ട്രിങ് എസ് എന്ന് എഴുതിയേക്കുന്നത് ഈ സ്ട്രിങ്ങിന്റെ എസ് നോക്കുക. ഈ എസ് എന്ന് പറയുന്നത് എന്താണ് സ്ട്രിങ് എന്ന് എഴുതിയതിന്റെ ആദ്യത്തെ ലെറ്ററിലെ എസ് എന്ന് പറയുന്ന ക്യാപിറ്റൽ ആണ്. അപ്പൊ ഈ സ്ട്രിങ് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി അതൊരു ക്ലാസ് ആണ് അല്ലെ. ജാവയിലുള്ള ഒരു പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് സ്ട്രിങ് എന്ന് പറയുന്ന ക്ലാസ്. ഓക്കെ, അപ്പൊ ഈ സ്ട്രിങ് എന്ന് പറയുന്ന ക്ലാസ് ഒരുപാട് മെത്തേഡുകളെയൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, കുറെ ഓപ്പറേഷൻസ് സ്ട്രിങ്ങിൽ തന്നെ ഒരുപാട് ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ആ ഓപ്പറേഷൻസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ മെത്തേഡുകളൊക്കെ ഈ ക്ലാസ്സുകളിൽ ഉണ്ട്. ഓക്കെ, ഇനി ഈ എഴുതിയിരിക്കുന്ന ഇതേ സ്റ്റേറ്റ്മെന്റ് വേറൊരു രീതിയിൽ നമുക്ക് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതിയേക്കുന്നതാണ് ഈ താഴെ കാണിക്കുന്നത്. ഓക്കെ, സ്ട്രിങ് എസ് ഇസ് ഈക്വൽ ടു ഹായ് ജാവ ഇങ്ങനെ കൊടുത്താലും മതി. അതായത് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഡബിൾ കോഡ്സിൽ നമുക്ക് കൊടുക്കേണ്ട സ്ട്രിങ് ഏതാണോ അതിനെ നമ്മൾ ഈക്വൽ ടു ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, സ്ട്രിങ് എസ് ഈസ് ഈക്വൽ ടു ഹായ് ജാവ. ഓക്കെ, ഒന്നെങ്കിൽ നമ്മൾ ഈ മോളിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ എഴുതുക, അല്ലെങ്കിൽ ഈ രണ്ടാമത് കാണിച്ചിരിക്കുന്ന രീതിയിൽ എഴുതുക. ഏതെങ്കിലും ഒരു സ്റ്റൈലിൽ നമുക്ക് എന്ത് ചെയ്യാം സ്ട്രിങ്ങിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എന്താണ് സെയിം ആണ്. ഇങ്ങനെ എഴുതിയാലും ഈ മുകളിൽ എഴുതിയിരിക്കുന്ന രീതിയിൽ എഴുതിയാലും സെയിം ആണ്. താഴെ എഴുതിയിരിക്കുന്നതാണ് കുറച്ചുകൂടെ സിമ്പിൾ എന്ന് പറയുന്നത് അല്ലെ. കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പണിയാണ് ഈ താഴെ എഴുതിയിരിക്കുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പം സ്ട്രിങ്, അപ്പം ഇവിടെ സ്ട്രിങ് എന്ന് എഴുതുമ്പോൾ എസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം ക്യാപിറ്റൽ ആയിരിക്കണം. ഈ സ്ട്രിങ്ങിന്റെ എസ് ക്യാപിറ്റൽ ആണ്, കാരണം സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്. ജാവയിലുള്ള ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് സ്ട്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്ട്രിങ് എസ് ഇസ് ഈക്വൽ ടു ഹായ് ജാവ. ഓക്കെ, അപ്പൊ ഈ ഹായ് ജാവ എന്നുള്ളത് എന്ത് ചെയ്യും സ്ട്രിങ് ആയിട്ട് സേവ് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. നമുക്കറിയാം ഈ സ്ട്രിങ് എന്ന് പറയുന്ന ക്ലാസ് ആണ് ജാവയിലെ പ്രീഡിഫൈൻഡ് ക്ലാസ് ആണെന്ന് പറഞ്ഞു. അതിനകത്ത് ഒരുപാട് മെത്തേഡുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഇഷ്ടംപോലെ ഓപ്പറേഷൻസ് നമുക്ക് സ്ട്രിങ് കൊണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർ ചെയ്യാം, സ്ട്രിങ്ങിനെ തമ്മിൽ കമ്പയർ ചെയ്യാം, കോൺകാറ്റ് സ്ട്രിങ്ങിനെ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ, ഈക്വൽ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും സ്ട്രിങ്ങിന്റെ ലെങ്ത് എത്ര ആണ് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെ, എത്ര ക്യാരക്ടേഴ്സ് അതിനകത്തുണ്ട്. അപ്പൊ സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സ്ട്രിങ്ങിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം, കമ്പയർ ചെയ്യാം, ഇന്റേൺ സബ്സ്ട്രിങ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം. ഇതൊക്കെ മെത്തേഡുകളാണ്. ഈ മെത്തേഡുകളൊക്കെ എവിടാണുള്ളത് സ്ട്രിങ് എന്ന ക്ലാസ്സിലാണുള്ളത്. ഓക്കെ, അപ്പൊ ഈ സ്ട്രിങ് എന്ന ക്ലാസ് ജാവയിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു സ്ട്രിങ് എന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റുകളെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്രിയേറ്റിംഗ് എ സ്ട്രിങ് ഒബ്ജക്റ്റ്. അപ്പൊ സ്ട്രിങ് എന്ന് പറയുന്നത് എന്താണ് ജാവയിലുള്ള പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ ഈ ക്ലാസിന്റെ ഒബ്ജക്റ്റുകളെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പം ആ ഒബ്ജക്റ്റുകളെ എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് സ്ട്രിങ്ങിന്റെ ഒബ്ജക്റ്റുകളെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് സ്ട്രിങ് ലിറ്ററൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രിങ് ഒബ്ജക്റ്റുകളെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത് ന്യൂ എന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രിങ്ങിന്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ രണ്ട് സ്റ്റൈലിൽ നമുക്ക് സ്ട്രിങ്ങിന്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ലിറ്ററൽ, രണ്ടാമത് ന്യൂ എന്ന കീവേഡ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെ സ്ട്രിങ് ലിറ്ററൽ യൂസ് ചെയ്തിട്ട് എങ്ങനെ സ്ട്രിങ്ങിന്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്കറിയാം സ്ട്രിങ് ലിറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ, ലിറ്ററൽ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് എന്നാണ് അതിന്റെ മീനിങ് അല്ലേ. ലിറ്ററലും കോൺസ്റ്റന്റ് സെയിം ആണ്. അപ്പൊ സ്ട്രിങ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്ട്രിങ് ലിറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ, ഡബിൾ കോഡ്സിൽ എന്ത് എഴുതിയാലും ഡബിൾ കോഡ്സിൽ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എഴുതുന്നതാണ് എന്ത്, സ്ട്രിങ് ലിറ്ററൽ അല്ലെ സ്ട്രിങ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അതിന്റെ ഒബ്ജക്റ്റിനെ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, സ്ട്രിങ് എസ് ഇസ് ഈക്വൽ ടു വെൽക്കം. നമ്മൾ കുറച്ച് മുമ്പേ കണ്ടില്ലേ ആ സ്റ്റൈൽ, സ്ട്രിങ് എസ് ഇസ് ഈക്വൽ ടു വെൽക്കം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താ, സ്ട്രിങ്ങിന്റെ ഒബ്ജക്റ്റിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എസ് എന്ന് പറയുന്നത് അവിടെ ആക്ച്വലി ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സ്ട്രിങ് എന്ന ക്ലാസ് അതിന്റെ ഒബ്ജക്റ്റ് ഇസ് ഈക്വൽ ടു വെൽക്കം. ഓക്കെ, അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ വെൽക്കം എന്നുള്ള മെസ്സേജ് എന്ത് ചെയ്യും, ഈ വെൽക്കം എന്ന വാല്യൂ ഉള്ള സ്ട്രിങ്ങിന്റെ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. വെൽക്കം എന്ന് വാല്യൂ വരുന്ന സ്ട്രിങ്ങിന്റെ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ഇവിടെ ആക്ച്വലി ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു സ്ട്രിങ് ഒബ്ജക്റ്റുകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു മെമ്മറി ഏരിയ ഉണ്ട്. ആ മെമ്മറി ഏരിയ നമ്മൾ പറയുന്നത് സ്ട്രിങ് കോൺസ്റ്റന്റ് പൂൾ എന്നാണ്. ഓക്കെ, സ്ട്രിങ് ഒബ്ജക്റ്റുകളെ സ്റ്റോർ ചെയ്യാൻ സ്പെഷ്യൽ ആയിട്ട് ഒരു മെമ്മറി ഏരിയ ഉണ്ട്. ആ മെമ്മറി ഏരിയയുടെ പേരാണ് എന്ത്, സ്ട്രിങ് കോൺസ്റ്റന്റ് പൂൾ. നമ്മൾ ഒരു സ്ട്രിങ് ലിറ്ററൽ അല്ലെ ഒരു സ്ട്രിങ് കോൺസ്റ്റന്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ JVM ആദ്യം ഈ സ്ട്രിങ് കോൺസ്റ്റന്റ് പൂൾ പോയി ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ, അപ്പം ഇനി ഈ സ്ട്രിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഈ സ്ട്രിങ് ഈ പൂളിൽ ഉണ്ടെങ്കിൽ പൂളിലുള്ള ഒബ്ജക്റ്റിന്റെ റെഫറൻസ് ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് തരിക. ഇനി ഈ സ്ട്രിങ് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ആ സ്ട്രിങ് പൂളിൽ ഇല്ല എങ്കിൽ പുതിയ ഒബ്ജക്റ്റിനെ ആയിരിക്കും എന്ത് ചെയ്യുക, JVM ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് JVM സ്ട്രിങ് കോൺസ്റ്റന്റ് പൂൾ യൂസ് ചെയ്തിട്ട് JVM ചെയ്യുന്ന കാര്യമാണിത്. ഓക്കെ, അതായത് നമ്മളൊരു സ്ട്രിങ്ങിനെ ഒരു സ്ട്രിങ് കോൺസ്റ്റന്റിനെ അല്ലെങ്കിൽ ഒരു സ്ട്രിങ് ലിറ്ററിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ JVM ആദ്യം സ്ട്രിങ് കോൺസ്റ്റന്റ് പൂൾ പോയി നോക്കും. ഓക്കെ, ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു സ്ട്രിങ് സ്ട്രിങ് കോൺസ്റ്റന്റ് പൂളിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, പൂളിലുള്ള ഒബ്ജക്റ്റിന്റെ റെഫറൻസ് ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് തരുന്നത്. ഇനി അങ്ങനെ നമ്മുടെ ആ സ്ട്രിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ സ്ട്രിങ് പൂളിൽ ഇല്ല എങ്കിൽ പുതിയൊരു സ്ട്രിങ് ഒബ്ജക്റ്റിനെ JVM എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ സ്ട്രിങ് S1 ഇസ് ഈക്വൽ ടു വെൽക്കം അല്ലെ, സ്ട്രിങ് S2 ഇസ് ഈക്വൽ ടു വെൽക്കം. അപ്പം ഇവിടെ ആദ്യത്തെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യും, ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ഈ ഒരു പൂള് പോയി ചെക്ക് ചെയ്ത് നോക്കും. അപ്പൊ അവിടെ നോക്കുമ്പോൾ ഇങ്ങനെ വെൽക്കം എന്ന് പറഞ്ഞിട്ടുള്ള വെൽക്കം എന്ന വാല്യൂ ഉള്ള സ്ട്രിങ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് കാണും അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, വെൽക്കം എന്ന് വാല്യൂ ഉള്ള ഒരു പുതിയ സ്ട്രിങ് ഒബ്ജക്റ്റിനെ S1 എന്ന ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ പൂളിൽ എന്ത് ചെയ്യും, വെൽക്കമിനെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനി രണ്ടാമത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും JVM മനസ്സിലാകും ഈ വെൽക്കം എന്ന വാല്യൂ ഉള്ള സ്ട്രിങ് ഒബ്ജക്റ്റ് ഓൾറെഡി പൂളിൽ ഉണ്ട് എന്ന് JVM മനസ്സിലാവും. കാരണം JVM അത് പോയി ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ, അപ്പം JVM എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യത്തില്ല, S2 എന്ന ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യത്തില്ല, പകരം S2നെ ആ ഒരു വെൽക്കമിലേക്ക് എന്ത് ചെയ്യും, റെഫർ ചെയ്യുകയാണ് ചെയ്യുക. ഒരു റെഫറൻസ് വേരിയബിൾ ആയിട്ട് അങ്ങോട്ട് റെഫർ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഇപ്പം വെൽക്കം ഇതാണ് നമ്മുടെ സ്ട്രിങ് കോൺസ്റ്റന്റ് പൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വെൽക്കം എന്ന് പറഞ്ഞ മെസ്സേജ് ഇതാണ് നമ്മുടെ വെൽക്കം എന്ന് പറഞ്ഞ വാല്യൂ. സോ ഇതിലേക്ക് ഫസ്റ്റ് കേസിൽ നമ്മൾ എന്ത് ചെയ്തു, S1 എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. സോ ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്തു, ഈ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെൽക്കമിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പം വെൽക്കം എന്ന വാല്യൂ ഉള്ള സ്ട്രിങ് ഒബ്ജക്റ്റ് ആണ് S1. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ S2 ഇസ് ഈക്വൽ ടു വെൽക്കം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം, എന്താ ഈ S2 ഓൾറെഡി S1 എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിൽ വെൽക്കം എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട് അല്ലെ. അപ്പൊ S2നെ അങ്ങോട്ട് റെഫർ ചെയ്യുകയേ ചെയ്യുള്ളൂ, പുതിയൊരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ പുതിയൊരു വാല്യൂ ഉള്ള അല്ലെ പുതിയൊരു വെൽക്കം എന്ന വാല്യൂ വെച്ചിട്ട് ഒരു സ്ട്രിങ് ഒബ്ജക്റ്റിനെ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യത്തില്ല. ഓൾറെഡി ഉള്ളതിലോട്ട് എന്ത് ചെയ്യുക, പോയിന്റ് ചെയ്യിപ്പിക്കത്തേ ഉള്ളൂ. ഓക്കെ, റെഫർ ചെയ്യുകയേ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്, സ്ട്രിങ് ലിറ്ററൽ യൂസ് ചെയ്യുന്ന കേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താണ്, ന്യൂ എന്ന ന്യൂ കീവേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രിങ്ങിന്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. അത് ചെയ്യുന്നത് ഇങ്ങനെയാണ്, സ്ട്രിങ് S is equal to ന്യൂ സ്ട്രിങ് വിത്തിൻ ബ്രാക്കറ്റ് വെൽക്കം. അപ്പൊ വെൽക്കം എന്ന് പറഞ്ഞ മെസ്സേജ് ഉള്ള അല്ലെ വെൽക്കം എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഉള്ള ഒരു സ്ട്രിങ് ഒബ്ജക്റ്റിനെ ആയിരിക്കും ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല് JVM നോർമൽ ഹീപ്പ് മെമ്മറിയിൽ പുതിയ സ്ട്രിങ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് വെൽക്കം എന്ന ലിറ്ററലിനെ അല്ലെങ്കിൽ ആ ഒരു കോൺസ്റ്റന്റിനെ സ്ട്രിങ് കോൺസ്റ്റന്റ് പൂളിൽ പ്ലേസ് ചെയ്യും. അതാണ് ഇവിടെ ചെയ്യുന്നത്.
ഓക്കെ. അപ്പൊ ഇവിടെ ആക്ച്വലി ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ സ്ട്രിങ് എസ് ഇസ് ഈക്വൽ ടു ന്യൂ സ്ട്രിങ് വിത്തിൻ ബ്രാക്കറ്റ് വെൽക്കം. സോ ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, പുതിയൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഒരു സ്ട്രിങ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും? ഹീപ്പ് മെമ്മറിയിലായിരിക്കും, അതായത് നോർമൽ മെമ്മറിയിലായിരിക്കും ഒബ്ജക്റ്റ് വരുന്നത്. എന്നിട്ട് ഈ വെൽക്കം എന്ന് പറഞ്ഞ മെസ്സേജിനെ സ്ട്രിങ് കോൺസ്റ്റന്റ് പൂളിലും കൊണ്ടുവന്ന് സേവ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ടാമത്തെ സ്റ്റൈലിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രിങ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്ലാസ് ഉണ്ട്, ദെൻ ഇവിടെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ, മെയിൻ മെത്തേഡ്. ഓക്കെ, ദെൻ അതിനുള്ളിൽ എന്ത് ചെയ്തു? 3 സ്റ്റൈലിൽ സ്ട്രിങ്ങിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്, സ്ട്രിങ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രിങ് S1 is equal to Java അല്ലെ? അപ്പൊ ഇവിടെ സ്ട്രിങ് ലിറ്ററൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സ്ട്രിങ് കോൺസ്റ്റന്റിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രിങ്ങിന്റെ ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ S1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ജാവ. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താ? സ്ട്രിങ് ലിറ്ററൽ അല്ലെ? ജാവ എന്നുള്ള സ്ട്രിങ് ലിറ്ററൽ. ഓക്കെ, അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് ബൈ ലിറ്ററൽ, അതായത് ലിറ്ററൽ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? സ്ട്രിങ്ങിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആദ്യത്തെ കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാരക്ടർ അറേ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ ക്യാരക്ടർ അറേ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു അല്ലെ? ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ കാണിച്ച ഒരു സ്റ്റൈൽ, അതാണ് ഈ രണ്ടാമത്തെ കാണിച്ചിരിക്കുന്നത്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ഇതിന്റെ തന്നെയാണ്, സെയിം ആണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ഇത് തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ ഒരു സ്ട്രിങ് എന്ന് പറഞ്ഞ ഓരോരോ ക്യാരക്ടേഴ്സിനെ നമ്മൾ ക്യാരക്ടർ അറേയിലേക്ക് ആദ്യം സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? നമ്മൾ ന്യൂ എന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് ഈ ഒരു S2 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ചെയ്യാണ്. ആ സ്ട്രിങ്ങിലേക്കുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റൈലാണ് എന്ത് ചെയ്യുന്നത്? ഈ ന്യൂ എന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ വേറൊരു സ്റ്റൈലിൽ ഈ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു അല്ലെ? S3 എന്ന ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. സ്ട്രിങ് S3 is equal to ന്യൂ സ്ട്രിങ് വിത്തിൻ ബ്രാക്കറ്റ് എക്സാമ്പിൾ എന്ന് എഴുതിയിരിക്കുന്നു. സോ എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്ട്രിങ്, ആക്ച്വൽ സ്ട്രിങ് എന്ന് പറയുന്നത്. സോ അതിലേക്കുള്ള ഒബ്ജക്റ്റ് ആണ് S3 എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ ഈ 3 സ്റ്റൈലിലും നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ സ്ട്രിങ്ങിനെ ക്രിയേറ്റ് ചെയ്തു. ഇത് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും നമുക്ക് സ്ട്രിങ്ങിന്റെ ഒബ്ജക്റ്റിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ 3 സ്റ്റൈലിൽ നമുക്ക് യൂസ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ യൂസ് ചെയ്യാം. ഇനി ഈ 3 ഒബ്ജക്റ്റിനെ പ്രിന്റ് ചെയ്യിപ്പിച്ചേക്കുന്ന കാണുന്നത്. ഓക്കെ, S1നെ പ്രിന്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ജാവ എന്ന് പ്രിന്റ് ചെയ്യും. S2നെയാണ് നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഈ സ്ട്രിങ്സ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. ദെൻ S3 ആണെങ്കിൽ S3യുടെ ഏതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന? എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ എക്സാമ്പിളിനെ നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പൊ ഈ 3 സ്റ്റൈലിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രിങ്ങിന്റെ ഒബ്ജക്റ്റുകളെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ബാക്കി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. താങ്ക് യു.